കുറച്ച് ദിവസം മുന്നേ ആക്രിക്കാരൻ അന്തോണിച്ചൻ ഒരു വീടിൻ്റെ ഉമ്രപ്പടിയിൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഉടനെ മുതലാളി തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ദേ ആക്രിക്കാരൻ അന്തോണിച്ചനെ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്ക്. ആ ഭാര്യ അടുക്കള മുഴുവൻ തിരഞ്ഞു, ഒരു പഴയ ഗ്ലാസ്സിനായി. അവസാനം കറ പിടിച്ച ഒരു ഗ്ലാസ്സിൽ അന്തോണിച്ചിന് ഒരു ഗ്ലാസ് വെള്ളം അവർ നീട്ടി, അതും 1 മീറ്റർ ദൂരമാറി നിന്നുകൊണ്ട്. എന്നിട്ട് അവർ അന്തോണിച്ചനോട് പറഞ്ഞു, ദാ മാവിൻ്റെ ചോട്ടിൽ പോയിരുന്നു കുടിച്ചോ അന്തോണിച്ച. അന്തോണിച്ചൻ ആ ഗ്ലാസുമായി ആ മാഞ്ചോട്ടിൽ പോയിരുന്നു. വർഷം കുറേ കടന്നുപോയി. അന്തോണിച്ചൻ ആക്രി വിറ്റ് ഒത്തിരി പണമുണ്ടാക്കി. ഒരു ദിവസം അന്തോണിച്ചൻ തൻ്റെ കാറിൽ ആ വീടിൻ്റെ മുന്നിലെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആയി. വഴിയിൽ നിൽക്കുന്ന അന്തോണിച്ചനെ കണ്ട് ആ വീട്ടുകാർ അമ്പരന്നു. ആ അന്തോണിച്ച, എന്താ അവിടെ നിൽക്കുന്നത്? വാ, കയറിയിരിക്ക്, നമ്മുടെ വീട്ടിലേക്ക് വാ. അന്തോണിച്ചൻ കാറ് വഴിയിൽ ഒതുക്കി ഡ്രൈവറെയും അതിലിരുത്തി ആ വീട്ടിലേക്ക് കയറി. അന്തോണിച്ചൻ വരുന്നത് കണ്ട് ഏത് കസേരയിൽ ഇരുത്തും എന്ന ആദിയോടുകൂടി ആ വീട്ടിലെ മുതലാളിയുടെ ഭാര്യ എല്ലാ സ്ഥലത്തും ഓടി നടന്നു. അവസാനം ഉള്ളതിൽ നല്ലൊരു കസേര എടുത്ത് ടീവ് മൂടിയിട്ടിരിക്കുന്ന വെൽവെറ്റിൻ്റെ തുണി കൊണ്ട് അത് തുടച്ചു വൃത്തിയാക്കി. ആരും കാണാതെ അടുക്കള വഴി ഓടി ഒരു കവർ പാൽ വാങ്ങിച്ച് മനോഹരമായ ഒരു ചായ വെച്ച് അതോടൊപ്പം തലേ ദിവസം വറുത്ത ചക്കയും കൂടി കൊടുത്ത് അന്തോണിച്ചനെ അവർ തൃപ്തിപ്പെടുത്തി. ചായ കുടിച്ചുകൊണ്ട് അന്തോണിച്ചൻ ആ വീടിൻ്റെ ചുറ്റുംപുറം നോക്കി. ആ പഴയ വീട് തന്നെ, പഴയ ആളുകളും. അന്തോണിച്ചൻ തൻ്റെ മുന്നിലിരിക്കുന്ന പൊട്ടിയ കണ്ണാടിയിലൂടെ തന്നെ നോക്കി. തൻ്റെ മുഖത്തിനും മാറ്റമില്ല. പിന്നെ അപ്പോഴാണ് അന്തോണിച്ചൻ തൻ്റെ പോക്കറ്റിൽ വീർത്തിരിക്കുന്ന ആ പേഴ്സും മൊബൈൽ ഫോണും കഴുത്തിലെ സ്വർണ്ണമാലയും എല്ലാം കണ്ടത്. ചായ കുടിച്ചതിന് ശേഷം അന്തോണിച്ചൻ ഡ്രൈവറെ വിളിച്ച് കാർ റെഡിയാവുമെന്ന് ചോദിച്ചു. അങ്ങനെ ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ തൊട്ടടുത്ത് നിന്ന നാട്ടുമാവിനെ നോക്കി അന്തോണിച്ചൻ ആ ചേടത്തിയോട് ചോദിച്ചു, ചേടത്തി, ഈ മാവ് കായ്ച്ചു തുടങ്ങിയോ? പണത്തിന് മീതെ പരുന്തും പറക്കില്ല, പണമില്ലാത്തവൻ പിണം.